നമസ്കാരം. സ്ഥാനാർത്ഥിയാകാനുള്ള അടിയും തൊഴിയും വെപ്രാളവുമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ മത്സരിച്ച് സ്ഥാനാർത്ഥിത്വം നേടി ജയിച്ച് നിയമസഭകളിൽ പാർലമെന്റുകളിൽ എത്തുന്നത്? ശൈലകമന്ത്രി ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന റിപ്പോർട്ടുകളിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മളെ വളരെയധികം ആവേശം കൊള്ളിച്ച ഒരു നായകൻ, ജനനായകൻ എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീ ജി ഗോവിന്ദമേനോൻ. 103 വയസ്സായി. അദ്ദേഹത്തിന്റെ കരം ഗ്രഹിക്കാനും അദ്ദേഹത്തെയും കൊണ്ട് നമ്മുടെ തുറമുഖം കാണിക്കാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരുന്നു. 40കളിലാണെന്ന് തോന്നുന്നു തുറമുഖത്തിന്റെ സർവേ. രാജാവിന്റെ കാലത്ത് തുറമുഖത്തിന്റെ സർവേ നടത്താൻ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് ടീമിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കട്ടമരത്തിൽ പോയി കടലിന്റെ ആഴവും ഒഴുക്കും ഒക്കെ അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിച്ച ഒരു മനുഷ്യനാണ് ശ്രീ ജി മേനോൻ. അദ്ദേഹത്തിന് എന്തായാലും ആദ്യത്തെ കപ്പൽ വന്നതുപോലും കാണാനുള്ള ഭാഗ്യമുണ്ടായി. വളരെയധികം ആഗ്രഹിച്ചിരുന്നു, ഈ പ്രൊജക്ടിനെ കുറിച്ച് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കാണാനും പൂർത്തിയായ വിവരം അറിയാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിറഞ്ഞ സംതൃപ്തിയോടെ ആയിരിക്കാം അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്നും, നമ്മുടെ ഈ ലോകത്തു നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ഇത്തരമൊരു പ്രൊജക്ടിനെ കൺസീവ് ചെയ്യാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജനങ്ങളെ അറിയിക്കുവാനും ഒക്കെ അദ്ദേഹം നടത്തിയ പരിശ്രമത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇനി ഇൻട്രോ റിപ്പോർട്ടിലോട്ട് വരാം. എന്തിനാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇങ്ങനെ മത്സരിച്ച് MLA ആകാനും MP ആകാനും കൗൺസിലർ ആകാനും ഒക്കെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെയൊക്കെ പിന്നിലുള്ള കളികൾ എന്താണെന്ന്. എന്തായാലും ഒരു നിമിഷം ഇന്നലത്തെ വാർത്ത കണ്ടപ്പോൾ ഒരൊറ്റ MP, ഒരൊറ്റ MLA, ഒരൊറ്റ കൗൺസിലർ, ഒരൊറ്റ പഞ്ചായത്ത് മെമ്പർ വാ തുറക്കാത്ത വിഷയം. ഷിപ്പിംഗ് കോർപ്പറേഷൻ സൈൻസ് ഗ്രീൻ മെത്തനോൾ വെസൽ കോൺട്രാക്ട് വിത്ത് മസഗോൺ ഡോക്ക്. ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തുറമുഖത്ത്, തൂത്തുക്കുടി തുറമുഖത്തും കണ്ട്ല തുറമുഖത്തും വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനം, കപ്പൽ നിർമ്മിക്കാൻ മെത്തനോൾ ഉപയോഗിച്ചുള്ള ഗ്രീൻ മെത്തനോൾ വെസൽ കോൺട്രാക്ട് വിത്ത് മസഗോൺ ഡോക്ക്. ഗോവയിലാണെന്ന് തോന്നുന്നു. ഈ മസഗോൺ ഡോക്കില് കപ്പൽ നിർമ്മിക്കാനുള്ള ഓർഡർ കൊടുത്തു. ഒരു MP പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഒരു MLA പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയത്തെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ നടക്കുന്ന ആളുകളാണ് വീണ്ടും MLA ആകാൻ ഇവിടെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. Shipping Corporation of India has signed a contract with the Mazagon Dock to build a green methanol dual fuel platform supply vessel, making its first alternative fuel ship under clean shipping efforts. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവര് ആദ്യമായിട്ട് ഒരു ബദൽ ഇന്ധനം വെച്ചിട്ടുണ്ട്. അപ്പോ ബദൽ ഇന്ധനമൊക്കെ ഫീസിബിൾ ആണെന്ന് നമ്മൾ 2 കൊല്ലം മുമ്പ് പറഞ്ഞു തുടങ്ങിയത് പതുക്കെ പതുക്കെ ഈ നാട്ടിൽ നടപ്പാവുകയാണ്. ഇത് തന്നെയായിരുന്നു തുറമുഖത്തിന്റെ അവസ്ഥ. ആദ്യകാലങ്ങളിൽ നമ്മൾ പറയുമ്പോൾ പട്ടിയുടെ വില പോലും ഈ വിഷയത്തിന് നൽകിയിട്ടില്ല. ഇപ്പൊ ചിലർക്ക് പിതാവാകണം, മാതാവാകണം, അമ്മുമ്മയാവണം, അപ്പൂപ്പനാവണം എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നവർ ഇനി മെത്തനോളിന്റെയും മാതാവും പിതാവുമാകാനും മത്സരിച്ചെത്തും. This will be the first vessel in Shipping Corporation of India's fleet designed to run on an alternative fuel. ഇത് ആദ്യത്തെ വെസലാണ് ഇന്ത്യയിൽ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്ന, പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആദ്യത്തെ കപ്പലിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. The development signals an early shift in India's maritime sector towards lower emission fuels such as green methanol. വേറെ ഒരു ഫ്യൂവലിനെ കുറിച്ചും പറയുന്നില്ലല്ലോ, അമോണിയ പറയുന്നില്ല. ഇവിടെ എന്താണ്, കഴിഞ്ഞ ദിവസം ഹൈഡ്രജൻ സമ്മിറ്റാണ് നടന്നത്. ആ ഹൈഡ്രജൻ സമ്മിറ്റിൽ പോയി ഈ വിഷയം അറിയാവുന്ന ഒരാൾ, കപ്പൽ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഞ്ചിനീയർ, ഞാൻ അദ്ദേഹത്തിന്റെ പേരോ സ്ഥാപനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല,
അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു. അങ്ങനെ ഒരു ഫ്യൂവൽ ഉണ്ടോ, അങ്ങനെ ഒരു ഫ്യൂവലിന് സാധ്യതയുണ്ടോ? പിന്നെ കണക്കുകൾ നിരത്തി, വസ്തുതകൾ നിരത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പത്തി താഴ്ത്തി ശരി, ഞാനിനി പഠിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിടത്ത് ദ ഡെവലപ്മെന്റ് സിഗ്നൽസ് ആൻ ഏർലി ഷിഫ്റ്റ് in India's maritime sector towards lower emission fuels such as green methanol. ഷിപ്പിംഗ് കോർപ്പറേഷനും മസഗോൺ ഡോക്കും സമ്മതിച്ചു ഇങ്ങനെ ഒരു ബദൽ ഫീസിബിൾ ഇന്ധനം ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്താണ്, സർവേ നടക്കുന്നു. കേരളത്തിന്റെ ഭാവി എങ്ങോട്ടാവണം തുടങ്ങിയ സർവേ നടക്കുമ്പോൾ ഡോക്ടർ കൃഷ്ണൻ ഉണ്ണിയെ മറുപടി കൊടുത്തു. തലസ്ഥാനത്തെ തകർക്കുന്ന ചില ആളുകളുണ്ട്. ഒരു മന്ത്രി ഉൾപ്പെടെയാണ് തലസ്ഥാനത്തെ തകർത്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷവും ഒരു നിക്ഷേപവും വരില്ല എന്ന് ഉറപ്പുവരുത്തിയത്. അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. വോട്ടർമാർ പ്രത്യേകം സൂക്ഷിക്കുക. ഇവിടെ ഈ അതിദാരിദ്ര്യ മിഷൻ, ഭാവി തുടങ്ങിയ ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് പകരം മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ കേരളത്തിന്റെ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും മാറും, തൊഴിലില്ലായ്മ പൂർണ്ണമായും മാറും, കേരളം വൃത്തിയാകും, ടൂറിസം അതിഗംഭീരമായി വളരും. പക്ഷെ തൊഴിലില്ല. കാരണം എന്താണ്? മാഫിയ, മാലിന്യ മാഫിയ വാഴുന്നിടത്തോളം കാലം ഇത്തരം വിഷയങ്ങളിൽ ചെറുവിരൽ അനക്കാത്തവർ വീണ്ടും 3ാം ടേമും 4ാം ടേമും 5ാം ടേമിനും മത്സരിക്കുന്നുണ്ട്. ജനങ്ങളത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക. ഇവിടെ ഷെയർസ് ഓഫ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റോസ് ഫോളോയിങ് ദി അനൗൺസ്മെന്റ്. മെത്തനോൾ കപ്പൽ നിർമ്മാണത്തിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് വന്നതോടുകൂടി ഹിറ്റിംഗ് ആൻ ഇൻട്രാഡേ ഹൈ ഓഫ് ₹244.80 and trading around ₹242.55. ഉയർന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഷെയർ ഉയർന്നു. ഇങ്ങനെ ഒരു മേഖലയിലെ കപ്പൽ ഇറക്കാൻ പോകുന്നതോടുകൂടി ഓവർ 2% ഓൺ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഇതാണ്, ബുദ്ധിയുള്ളവർക്ക് അറിയാം ഭാവി ഇന്ധനം എന്നുള്ള നിലയ്ക്ക് മെത്തനോളിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ. ആ രംഗത്ത് ഒരു കപ്പൽ നിർമ്മിക്കുന്നതിന്റെ തുടക്കം ഇവയൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ വാല്യൂ പോലും കൂട്ടുന്ന തരത്തിൽ തീരുമാനമെടുക്കുന്ന ജനങ്ങളുള്ള നാട്ടിലാണ് അവരെ ഭരിച്ച് നശിപ്പിക്കുന്ന ഭരണ സംവിധാനങ്ങൾ നമ്മുടെ ജീവിതമാകെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LPG വില കൂട്ടുകയല്ലേ, ഇനി പെട്രോളിനും കൂടും. ഇവിടെ ബദൽ ഇന്ധനം എന്ന് പറയുന്ന 1ാം തരം മെത്തനോൾ ഇവിടെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് മാത്രം മിണ്ടാതെ ജനങ്ങളെ പാതാളക്കുഴിയിൽ, തുറമുഖത്തെ പാതാളക്കുഴിയിലിട്ട് കുഴിച്ചു മൂടും. സെയിലിംഗ് കമ്മീഷണർ ഇന്നലെ പറഞ്ഞത് നമ്മുടെ തുറമുഖത്തെ ആക്രമിക്കാൻ കുറെ ആളുകളുണ്ട്. ഇന്നലെയും ഒരാൾ എത്തിയിട്ടുണ്ട്, അക്ഷയ് മനോഹർ. കമ്പയറിംഗ് എ പോർട്ട് വിത്ത് എ സിംഗിൾ ടെർമിനൽ ഇൻ കൊളംബോ ആൻഡ് ദെൻ ബോസ്റ്റിംഗ്. കമ്പയറിംഗ് എ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തുറമുഖം വിത്ത് എ സിംഗിൾ ടെർമിനൽ ഇൻ കൊളംബോ. കൊളംബോയിലെ ഒരു സിംഗിൾ ടെർമിനലിനെ ഇവിടുത്തെ ഒരു മഹത്തായ പോർട്ടുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ദെൻ ബോസ്റ്റിംഗ്, അഹങ്കരിക്കുന്നു. എന്റെ അക്ഷയ രാജകുമാര, ഇവിടെ ഒരു ടെർമിനൽ പോലുമില്ല. വല്ല അണ്ടവും തുണ്ടവും വെച്ചുകൊണ്ടുള്ള ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. 2 കപ്പലിനെ ഒരുമിച്ച് നിർത്താൻ പറ്റാത്ത, 2 മദർ വെസലുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റാതെ പുറംകടലിൽ ഇട്ടിരിക്കുന്ന കാഴ്ച പല ദിവസവും സെയിലിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹാഫ് ബേക്ക്ഡ് ടെർമിനലാണ് ഇവിടെ ഉള്ളത്, ഒരു പോർട്ടല്ല. അങ്ങനെയുള്ള ഒരു ടെർമിനലിനെ അതിന് തുല്യമായ ഒരു ടെർമിനലുമായിട്ട് മാത്രമാണ് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചത് ഇന്നലെ. അല്ലാതെ ഇവിടെയുള്ള പോർട്ടിനെ അവിടെയുള്ള ടെർമിനലുമായിട്ടില്ല. ദയവ് ചെയ്ത് TRV ആക്രമിക്കാൻ വരുമ്പോൾ ഇതിന്റെ ബേസിക് ABCD അംഗൻവാടി സ്കൂളിലെങ്കിലും പോയി പഠിച്ചിട്ട് വേണം നാളെ മുതൽ ഇതിനകത്തോട്ട് കയറാൻ. വെറുതെ ഈ തുറമുഖത്തെ നശിപ്പിക്കുവാൻ ഈ നാട്ടിലിരിക്കുന്നവർ തന്നെ തുരങ്കം വെക്കുകയാണ് എന്നുള്ളതാണ്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഒരാൾ, രാജൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഹൈലി അൺപാർലമെന്ററി. പ്രേക്ഷകർ വായിക്കുക. വിഴിഞ്ഞം പോർട്ട് സിംഗിൾ ടെർമിനൽ തന്നെ, അല്ലാതെ ഇവിടെ പോർട്ടൊന്നും ഇല്ല എന്ന് ശ്രീ രാജൻ മറുപടി കൊടുത്തിട്ടുണ്ട്. വേറൊരാൾ മറുപടി കൊടുത്തിട്ടുണ്ട്, എടോ വിഴിഞ്ഞം പോർട്ടിനെ തകർക്കാൻ രാവിലെ തന്നെ എഴുന്നള്ളുന്ന അക്ഷയ കുതന്ത്രമേ, തനിക്കറിയാമോ ഇവിടെ ഒരു ടെർമിനൽ പോലും ഇതുവരെ തികച്ചായിട്ടില്ല. ആ പോർട്ടാണ് ഈ കുതിപ്പ് നടത്തുന്നത്. നീയൊക്കെ വിചാരിച്ചാൽ ഈ പോർട്ടിനെ ഇനിയും തകർക്കാൻ കഴിയില്ല. അപ്പോ ഇനി ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് വേണം ദയവ് ചെയ്ത് TRVയെ നശിപ്പിക്കുവാൻ തറ്റുടുത്ത് അക്ഷയകുമാരന്മാർ രാവിലെ തന്നെ വേറെ ഒരു പണിയും ചെയ്യാതെ എഴുന്നള്ളാൻ.